വാഴയിൽ നിന്നും ഒന്നും തന്നെ കളയാനില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് വാഴപ്പിണ്ടി വെച്ചൊരു തോരനാണ് വെക്കുന്നത്. നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ ചോറിന്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ ആദ്യം തന്നെ പാൻ ചൂടായതിനു ശേഷം കടുക് വറുക്കുക. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. അപ്പൊ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി അതിന്റെ നാരുകളെല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പൊ അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് വേഗം ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് പിന്നെ നമ്മൾ കുറച്ച് ചെറുപയറും കൂടെ ചേർക്കുന്നുണ്ട്. ചെറുപയർ ഓൾറെഡി നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചെടുത്തതാണ്. ഒരു 10 മിനിറ്റ് നമുക്ക് അത് അടച്ചു വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് തയ്യാറാക്കാം. അതിനായി തിരികെ തേങ്ങയും ഒരു വെളുത്തുള്ളിയും ഒരു പച്ചമുളകും 3 ചുവന്ന ഉള്ളിയും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് ചതച്ച് മാറ്റി വെക്കാം. അപ്പൊ നമ്മൾ 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ വാഴപ്പിണ്ടിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ആ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് തുറന്നു വെച്ച് തന്നെ വേവിക്കാം. നമ്മുടെ വാഴപ്പിണ്ടി തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ പറയണം. കൂടെ എന്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.